സുപ്രധാന വിഷയത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ആ വിവാദവും കൊഴുക്കുകയാണ്. വളരെ രൂക്ഷമായ സൈബർ ആക്രമണത്തിനാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഇരയാകുന്നത് എന്നതാണ് വസ്തുത. അതേസമയം മനാഫിൻ്റെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം കുതിച്ച് ഉയരുകയാണ്. അർജുന്റെ കുടുംബത്തെ വേട്ടയാടുന്നത് നിർത്തണമെന്നും താൻ ഇപ്പോഴും ആ കുടുംബത്തോടൊപ്പമാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാകാം അവരങ്ങനെ പറഞ്ഞത് എന്നുമാണ് മനാഫ് പറയുന്നത്. സാഹചര്യം എന്താന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോ. പക്ഷെ നമ്മളെ കുടുംബാണ് അവര് നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബാണ്. അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. ഞാൻ എന്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് അതിലൊരു അർത്ഥമില്ല, ഒന്നുമില്ല. ആ കാര്യത്തില് ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടും കൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പൊ. അവർക്കൊരു അബദ്ധം പറ്റി, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. ഇനി അവർക്ക് നമ്മൾ ആവശ്യമില്ലേ, നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമില്ല. അങ്ങനെ പോകുന്ന ആളുമല്ല, ഒരു വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മൾ. ഞാൻ ആ ചേരിത്തിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എന്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞതിന്, കാരണം തന്നെ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞു പോണിൽ ശരിയില്ല. നമ്മളെ ഫാമിലി അല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവരോട്. MS അനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അനീഷ്, ഈ അർജുന് വേണ്ടി കേരളം ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി നിന്നതാണ്. ഇപ്പോൾ അവരുടെ കുടുംബവും അതുപോലെ മനാഫിൻ്റെ കുടുംബവും അല്ലെങ്കിൽ ആ മനാഫുമൊക്കെ തമ്മിൽ ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അവർ തമ്മിൽ ചില ചേരി തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുന്നതാണ്. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ അവർക്ക് തമ്മിൽ കഴിയുമോ അനീഷേ? മനു, തീർച്ചയായും ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു അർജുൻ ദൗത്യത്തിന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്നതാണ്. അതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ആളുകളിൽ ഒരാളാണ് മനാഫും കുടുംബവും. വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ആ പാറ പോലെ ഉറച്ചു നിന്ന സാങ്കേതിക സംവിധാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ അല്പമെങ്കിലും അനക്കാൻ കഴിയുകയും അർജുനെ ജീവനോടെ അല്ലെങ്കിലും ലഭിക്കാൻ കഴിയുകയും ചെയ്തു. എന്തായാലും നമ്മുടെ പ്രതിനിധി KV ബൈജു അടക്കമുള്ളവർ അവിടെ നിന്നപ്പോൾ ഇരു കൂട്ടരും തോളോട് തോൾ ചേർന്ന് കാര്യങ്ങൾ ചെയ്തത് കണ്ടതുമാണ്. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ചും ഈ യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകളും ഈ മനാഫിന്റെ യൂട്യൂബ് പേജ് വഴി അദ്ദേഹം തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങളും ഒപ്പം ചില ബൈക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വന്ന് അതൊക്കെ കുടുംബത്തെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ കുടുംബത്തെക്കാൾ വലിയ അടുപ്പം അല്ലെങ്കിൽ കുടുംബത്തെക്കാൾ വലിയ ആൾ മനാഫാണ് എന്ന തരത്തിലുള്ള രീതിയിലാണ് ചില യൂട്യൂബ് ചാനലുകളൊക്കെ തംബ്നെയിലുകളും മറ്റുമൊക്കെ ഇടുന്നത്. ഒപ്പം ഈ അർജുന്റെ കുട്ടിയെ വളർത്താം, ആ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ മനാഫ് പറയുമ്പോൾ അത് ആ കുടുംബത്തിന് വലിയ ഒരു വേദനയാണ് നൽകുന്നത്. അതൊക്കെയാണ് ഇത്തരം ചില പ്രശ്നങ്ങളിലേക്ക് വഴിതിരിഞ്ഞു വിട്ടത്. കാരണം അർജുന്റെ സംസ്കാര ചടങ്ങിന് ശേഷം ആ കുടുംബം ആ വിഷയങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും അവരവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ വീണ്ടും ഈ വിഷയം സജീവമായി നിർത്തുകയാണ് മനാഫ് എന്നാണ് അവർ പറയുന്നത്. കാരണം മനാഫിന് വിവിധയിടങ്ങളിൽ നിന്നായി ആ സ്വീകരണം ലഭിക്കുന്നു, അനുമോദനത്തിനായി വിളിക്കുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ വരുന്നു. അങ്ങനെ ആ രീതിയിൽ ഈ വിഷയം, ഈ വൈകാരികത ആളെ കത്തിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം ഈ ഫണ്ട് പിരിവ് പോലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യവും പറയുന്നു. പക്ഷേ മനാഫ് ഇക്കാര്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ആളാണ്. തനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ അർജുന്റെ പേരിൽ പുറത്ത് പൊതുസമൂഹത്തിൽ നിന്നും പിരിവോ നടത്തിയിട്ട് വേണ്ട തനിക്ക് ജീവിക്കാനെന്നത്. അനീഷ്, സ്വാഭാവികമായും ഇവർ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ ഒരുമിച്ച് അവിടെ ശിരൂരിലുണ്ടായിരുന്നു.
തമ്മിൽ കാണാറുണ്ടായിരുന്നു, അവർക്ക് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ ഈ കുടുംബവും പറയുന്നുണ്ട് പലതവണ ഇത് നിർത്തണമെന്ന് മനാഫിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ മറ്റൊരു മാർഗവുമില്ലാതെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്ന്. സ്വാഭാവികമായും ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ MP രാഘവൻ അല്ലെങ്കിൽ അതുപോലെ MLA ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഈ പ്രശ്നം അത് ഇങ്ങനെ പോകുന്നതിൽ നിന്ന് തടയാമായിരുന്നില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അനീഷ് ഉൾപ്പെടെയുള്ള പല മാധ്യമപ്രവർത്തകരും ഇങ്ങനെ ഈ പ്രശ്നം ഈ തരത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചവരാണ്. ഇത് അവരൊക്കെ ആയിട്ട് പങ്കുവെച്ചവരുമാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നില്ലേ? എന്താണ് അവരെ അത്ര തീവ്രമായി ഇങ്ങനെ പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കിയത്? അതോടൊപ്പം തന്നെ ഇനി അടങ്ങിയില്ലെങ്കിൽ ഇനിയും ശക്തമായി വരും എന്നൊക്കെ പറയത്തക്ക രീതിയിലേക്ക് വരാൻ മാത്രം എന്ത് വൈകാരികമായ പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? മനു, തെരച്ചിലിന്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ ഈ മനാഫും ഈ കുടുംബവും തമ്മിൽ ഏതാണ്ട് ധാരണപ്പശകായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ആശയവിനിമയം നടത്തിയത് മുഴുവൻ മുബീലുമായാണ്. അതായത് ഈ ലോറിയുടെ യഥാർത്ഥ RC ഓണർ എന്ന പേരിൽ ആ കുടുംബം പറയുന്ന മുബീലുമായാണ്. ആ മുബീൽ ആ സമയത്ത് ഒരു പാലം പോലെയാണ് നിന്നത്. കാരണം ഒരു വശത്ത് മനാഫിനെ കുറ്റപ്പെടുത്തി ഈ കുടുംബം സംസാരിക്കുമ്പോൾ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്ന് മനാഫിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ആ കുടുംബത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി വരുത്തുക തന്നെയായിരുന്നു മുബീൽ ലക്ഷ്യം വെച്ചത്. ആ അർത്ഥത്തിൽ അവരൊന്നിച്ചായിരുന്നു അവിടെ നിൽക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും വലിയ ധാരണപ്പശുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ കരുതുകയും ചെയ്ത്. അത്തരം വലിയ പരിഹരിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കരുതുകയും ചെയ്യുന്നു. അതുതന്നെയാണ് മുബീൽ പറയുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ പല രീതിയിലും ഇക്കാര്യം മനാഫിനോട് പറഞ്ഞിരുന്നു. ഈ കുടുംബം പലതവണ മെസ്സേജ് അയച്ചു, എങ്കിലും മനാഫിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ സമീപനം ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നുമുണ്ട്. അത്തരം ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ മനാഫിന്റെ ഫോണിൽ നിന്ന് കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതെല്ലാം ആ കുടുംബത്തിന്റെ ഒരു ആകുലതകൾ, അല്ലെങ്കിൽ ഇത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ കുടുംബത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങളാണ് എന്ന രീതിയിൽ മാത്രമാണ് താൻ കരുതിയതെന്നാണ് മനാഫ് പറയുന്നത്. എന്തായാലും ഇനി ആണെങ്കിൽ പോലും ഒരു ചർച്ചകൾക്കുള്ള വഴി താൻ അടയ്ക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ചകൾ ഉണ്ടെങ്കിൽ താൻ അത് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് തനിക്കും ഉള്ളതെന്ന് മനാഫ് രാവിലെ നമ്മോട് പറഞ്ഞിരുന്നു. വൈകുന്നേരം മനാഫ് വിശദമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞ ശേഷം താൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത്. മനു, യെസ്, അതാണ്. ഏതായാലും അർജുൻ നമ്മളുടെ എല്ലാം കുടുംബാംഗം എന്ന തരത്തിലാണ് എല്ലാവരും കണ്ടത്. മാധ്യമങ്ങളായാലും ഇവിടുത്തെ സാധാരണ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായാലും കർണാടകയിലെ ആളുകളായാലും എല്ലാം അർജുനും അവിടെ കാണാതായ മറ്റു രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ എന്ന തരത്തിൽ തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത്. ആ കുടുംബത്തോടൊപ്പം മനസ്സുകൊണ്ട് നിന്നവരാണ് മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത് കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അത് ഒരിക്കലും ഒരു സെൻസേഷണൽ വാർത്തയാകുന്നുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇനി മറ്റൊരു ഇതുപോലെ